ഹലോ ഫ്രണ്ട്സ്, ഞാനിതാ വന്നിരിക്കുന്നു പുതിയൊരു എപ്പിസോഡുമായിട്ട്. ഞങ്ങളുടെ ചാനലിന്റെ പേര് ടേസ്റ്റ് ഫാക്ടറി ബൈ കേരള കസിൻസ്. എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഡിഷിലേക്ക് കിടക്കാം. ഇന്ന് മുട്ട കപ്പയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാടൻ ഡിഷാണ് ഇത്. 1/2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ച് വെച്ചതാണ്. അതിലേക്ക് 4 മുട്ട, 1 സവാള, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 3 പച്ചമുളക്, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ചില്ലി ഫ്ലേക്സ് ഞാൻ എടുത്തിട്ടുണ്ട്, ഇത് ഓപ്ഷണലാണ്. പിന്നെ കറിവേപ്പില, കുരുമുളക് പൊടി, ഉപ്പ്. പാത്രം ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കടുകിടാം. എപ്പോഴും നമ്മൾ നാടൻ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം, എങ്കിൽ അതിൻ്റെ കറക്റ്റ് ഒരു നല്ല ടേസ്റ്റ് വരുള്ളൂ. സവാള ഇടാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും വെളുത്തുള്ളി അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർക്കാം. പിന്നെ നമുക്ക് പച്ചമുളക്. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടി, കുരുമുളക് പൊടി കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. നമുക്ക് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇത് നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിലാണ് നമ്മൾ വയ്ക്കുന്നത്. മുട്ട റെഡി ആയിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഈ പരുവത്തിനായോ മതി. ഇത് നമുക്ക് നന്നായിട്ട് ഉടച്ച് ചേർക്കണം. ഉടച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല വേവുള്ള കപ്പ വേണം എടുക്കാൻ. നമുക്കിന്ന് കിട്ടിയത് കുറച്ച് വേവ് കുറവായിരുന്നു. കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ്. നേരത്തെ ഉപ്പ് ഒരല്പം കുറവായിരുന്നു. കുരുമുളകും കുറച്ച് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ചേർക്കാം. ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പിലയും കൂടി ഞാൻ ചേർക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണിത്. വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ടേസ്റ്റ് ഫാക്ടറി ബൈ കേരള കസിൻസ്. ഇനി മറ്റൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഡിഷ് ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളൊരു വെറൈറ്റി രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും കൂടി ഞങ്ങളെ അറിയിക്കണം. എല്ലാവരും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നതാണ്. അതുവരെയും ബൈ.